രാജസ്ഥാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഇന്നലത്തെ മാച്ച്. പക്ഷേ തോറ്റു. ഡൽഹി ബാക്ക് ഓൺ ദ വിന്നിംഗ് വേസ്. ഡൽഹിക്ക് ഇനി എല്ലാ മാച്ചും ജയിച്ചേ പറ്റുള്ളൂ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ. കാരണം ടോപ്പിലുള്ള 4 ടീമുകളും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇൻക്ലൂഡിംഗ് GT. അതിലും താഴെയാണ് ഇപ്പോൾ ഡൽഹിയുടെ സ്ഥാനം. അപ്പോ നല്ല മാർജിനിൽ ജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ പറ്റുള്ളൂ. ഫൈനലി റയൻ പരാഗ് നല്ലൊരു ഇന്നിങ്സ് കളിച്ചു. പക്ഷെ അത് മാത്രം പോരാ. ലോവർ ഓർഡറിൽ കഴിഞ്ഞ മാച്ച് കളിച്ച് നമ്മുടെ ഹെരേര തകർത്ത് കളിച്ച് 225 റൺസിലെത്തിച്ചു. ടോട്ടല് 220+ ചേസ് ആയിരുന്നു ഡൽഹിക്ക് മുന്നിൽ. പക്ഷെ ഇത്തവണ അവരത് ചേസ് ചെയ്തു. എല്ലാവരുടെയും ഒരു കമ്പൈൻഡ് കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ആ മാച്ച് വിൻ ചെയ്തത്. ഇത് ഡൽഹിയുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്തിരുന്നെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നു. KL രാഹുലിന്റെ 19 സിംഗിന്റെ ഇന്നിങ്സ് ഭയങ്കര കിടലിനായിരുന്നു. അതാണ് അടിത്തറ ഇട്ടത് അവരുടെ ചേസിന്. പിന്നെ വന്ന ബാറ്റ്സ്മാൻമാരൊക്കെ അവരുടെ റോള് ഭംഗിയായിട്ട് ചെയ്ത് ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചു. ക്രൂഷ്യൽ മാച്ചുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം.